ആറ്റുകാലിലാണ് സംഭവം. ഫ്ലെക്സ് ബോർഡിലെ ഭാരതാംബയുടെ ചിത്രം വിദ്യാർത്ഥികൾ വികൃതമാക്കുന്നതാണ് ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുള്ളത്. മതപഠന വിദ്യാർത്ഥികളുടെ വേഷമാണ് ഈ അക്രമികൾ ധരിച്ചിരിക്കുന്നത്. ഒരു 6 മണിക്കൂർ മുമ്പ് സ്മൃതി പോസ്റ്റ് ചെയ്തൊരു വീഡിയോയാണ്. കുട്ടിയുടെ ഉള്ളിലും തീവ്ര ചിന്ത, ഭാരതാംബയെ വികൃതമാക്കി ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് തമ്മിലടി എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ വാർത്ത നമ്മൾ കയറി നോക്കാൻ നേരത്ത് ഒരു മതപഠന കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള വസ്ത്രം ധരിച്ച കുട്ടികൾ ഈ ഭാരതാംബയുടെ ആറ്റുകാലുള്ള ഒരു റോഡിന്റെ സൈഡിൽ ഒരു ഭാരതാംബയുടെ ഫ്ലെക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്ലെക്സിന്റെ മുഖം വികൃതമാക്കുന്നു. അതിനെതിരെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അത് മതപഠന കേന്ദ്രം എന്ന് പറഞ്ഞത് സ്മൃതിക്ക് വ്യക്തിപരമായി താല്പര്യപ്പെട്ടിട്ടില്ല, അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിന്റെ ഒരു വിമർശനം സ്മൃതി പറയുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വരാൻ നേരത്ത് മതപഠന കേന്ദ്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മതത്തെ ചാരുന്നത് എന്നുള്ള രീതിയിൽ സ്മൃതി ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു വിഷയം, ആ വീഡിയോയ്ക്ക് നമ്മൾ കാണാൻ നേരത്ത് നമ്മൾ എല്ലാവരും ഇടുന്ന തരത്തിലുള്ള ഡ്രസ്സല്ല കുട്ടികൾ ഇട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതുകൊണ്ടായിരിക്കും മീഡിയയിൽ മതപഠന കേന്ദ്രത്തിലെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ക്യാപ്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോണ്ടന്റ് ആ മീഡിയ റിപ്പോർട്ട് ചെയ്തത്. അപ്പം സ്മൃതിയുടെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ നേരത്തെ എന്തിനാണ് നമ്മൾ മതം പറയുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഈ മതത്തെ പറ്റി ഒരു ഹിന്ദു യുവാവ്, ക്രിസ്ത്യൻ യുവാവ്, മുസ്ലിം യുവാവ് എന്ന് പറയുന്നത് നമ്മൾ അവിടുത്തെ വസ്ത്രം കണ്ടിട്ടാണ് എനിക്ക് അവരങ്ങനെ പോസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. ഈ സ്മൃതിയുടെ വീഡിയോ തന്നെ കയറി നോക്കാൻ നേരത്ത് സ്മൃതി തന്നെ തമ്മിൽ താഴോട്ട് വരാൻ നേരത്ത് പലയിടത്തും മുസ്ലിം ഒന്നും ഹിന്ദു എന്നും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്മൃതി എന്തിനാണ് അങ്ങനെ കോണ്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് തിരിച്ചൊരു ചോദ്യം എനിക്കുണ്ട്. അപ്പം സ്മൃതിയുടെ വീഡിയോയുടെ ഫസ്റ്റ് ഹാഫിനുള്ള ഉത്തരവാണ് സ്മൃതിയുടെ വീഡിയോയുടെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നത്. സ്മൃതി ഒന്നുകൂടെ കണ്ടാൽ മനസ്സിലാവും. സ്മൃതി കുറേ ചോദ്യങ്ങൾ ഫസ്റ്റ് ഹാഫിൽ ചോദിക്കുന്നുണ്ട്, അതിനുശേഷമുള്ള ഉത്തരങ്ങൾ സ്മൃതി തന്നെ പറയുന്നുണ്ട്. അപ്പം ആ വീഡിയോയുടെ ഫുൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ സ്മൃതിക്ക് തന്നെ അതിന്റെ ഉത്തരം കിട്ടും. ഞാൻ സ്മൃതിയുമായി ബന്ധപ്പെട്ട് ഇനിയൊന്നും കൂടുതൽ പറയുന്നില്ല. സംഭവം എന്താ വെച്ചാൽ തിരുവനന്തപുരത്ത് ആറ്റുകാല് രാത്രിയിൽ 2-3 കുട്ടികൾ ഈ ഒരു പ്രത്യേക തരം വസ്ത്രം ധരിച്ചിരിക്കുന്നു. അവർ നമ്മളെല്ലാവരും ധരിക്കുന്ന രീതിയിലുള്ള വസ്ത്രമല്ല ധരിച്ചിരിക്കുന്നത്. ഒരു അറബ് വേഷമാണ് അവർ ധരിച്ചിരിക്കുന്നത്. തലയിലൊക്കെ കെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുട്ടികൾ റോഡിന് സൈഡിൽ ഭാരതാംബയുടെ ഒരു ചിത്രം ഉണ്ടായിരുന്നു. ആ ചിത്രം വികൃതമാക്കുന്നു മുഖം. അപ്പോൾ ആ കുട്ടികൾ നടന്നു പോകുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും CCTV വിഷ്വൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ വളരെ പെട്ടെന്ന് നമുക്ക് അവൈലബിൾ ആവും. അപ്പോൾ ഇതൊരു വിവാദമായി. അതിനുശേഷം ഒരു വാർത്തയോടെ വന്നിട്ടുണ്ട്. ആ വാർത്തയ്ക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. ആ വാർത്ത ഇങ്ങനെയാണ്: ഭാരതാംബയുടെ ചിത്രം വികൃതമാക്കിയ സംഭവം, ഇസ്ലാം മതപഠന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളായ സഹോദരങ്ങൾ അറസ്റ്റിൽ എന്നുള്ള രീതിയിലാണ് വാർത്ത വന്നത്. ഇനി ഞാൻ ഇസ്ലാമെന്നോ മദ്രസയെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ചില അഭിപ്രായം പറഞ്ഞ് ഞാൻ നിർത്താം. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അഭിപ്രായങ്ങൾ നമ്മുടെ പേജിൽ കമന്റ് രേഖപ്പെടുത്തുക. അതോടൊപ്പം നമ്മുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനൊക്കെ ഇന്ത്യൻ ആർമിയിലെ റാലിക്ക് പോയിട്ടുണ്ട്. ഇന്ത്യൻ ആർമിയിൽ ജോലിക്ക് കയറണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. മാക്സിമം ഞാൻ എഫേർട്ട് എടുത്തിട്ടുണ്ട്. പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ആർമിയിൽ കയറണമെന്നും ചെറുപ്പം മുതലുള്ള ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അപ്പം നമുക്ക് ഈ മണ്ണിനോടും നമ്മുടെ രാജ്യത്തോടും ഒരു പ്രത്യേക കൂറും അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പിരിറ്റും ഉണ്ട്. അത്യാവശ്യം നല്ല സ്പിരിറ്റ് എനിക്കുണ്ട്. ഈ രാജ്യം എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല സ്പിരിറ്റുള്ള ആളാണ് ഞാൻ. അപ്പം അത് ഞാൻ ഹിന്ദു മതത്തിൽ പെടുന്ന ആൾ. എൻ്റെ മതമാണോ വലുതെന്ന് ചോദിച്ചാൽ അല്ല, എനിക്കെൻ്റെ രാജ്യമാണോ വലുത്. അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ പോലും എനിക്ക് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയാണോ വലുത് എന്ന് ചോദിച്ചാൽ അല്ല, എനിക്കെൻ്റെ രാജ്യമാണോ വലുത്. ഭാരതാംബയുടെ ചിത്രങ്ങളൊക്കെ കീറിയെറിയുന്ന കാണുമ്പോഴൊക്കെ അത്യാവശ്യം നമുക്ക് പൊള്ളുന്നേ, നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇത് ആര് ചെയ്താലും ഈ കാണിച്ചത് വിവരക്കേടാണ്. എന്ത് തരത്തിലുള്ള വിശ്വാസമുള്ളവരാണെങ്കിലും എന്ത് തരത്തിലുള്ള പ്രത്യയശാസ്ത്രത്തിൽ നിൽക്കുന്ന ആളാണെങ്കിലും രാജ്യത്തിന്റെ ഭാരതാംബ എന്ന് പറയുന്നത് നമ്മളൊക്കെ അമ്മയും ദേവിയൊക്കെ ആയിട്ടാണ് ഈ രാജ്യത്തെ കാണുന്നത്, നമ്മൾ ഈ മണ്ണിനെ കാണുന്നതൊക്കെ. പക്ഷെ അത് ഇങ്ങനെ ഒരു പിച്ച് ചീന്തുന്ന രീതിയിലുള്ള വിദ്വേഷം ഏത് വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും അതൊക്കെ അത്യാവശ്യം ബോർ കലാപരിപാടിയാണ്. നിങ്ങൾ തന്നെ ഒരിക്കലും ഒരു മതം നമ്മുടെ രാജ്യത്തിന് മുകളിലാകരുത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. നമുക്ക് രാജ്യം വേണോ മതം വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ പറയുന്നത് നമ്മുടെ രാജ്യം വേണമെന്നാണ്. നമ്മുടെ രാജ്യം ഇതുപോലെ നിലനിന്നാലേ നമുക്ക് മതവും സ്വാതന്ത്ര്യമൊക്കെ ഉള്ളൂ എന്ന് കൂടി നമ്മൾ ആലോചിക്കുക. കുറേ മനുഷ്യർ അധ്വാനിച്ച്, കുറേ മനുഷ്യർ ജീവൻ നൽകി, കുറേ മനുഷ്യർ രക്തം നൽകി, കുറേ മനുഷ്യർ സമയം നൽകി, കുറേ മനുഷ്യർ അവരുടെ എല്ലാം നൽകിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നത്. നമ്മളൊന്നും കഷ്ടപ്പെട്ടിട്ടില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു തലമുറ വരുമെന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്നൊക്കെ പറഞ്ഞ് കുറേ കഷ്ടപ്പെട്ട കുറേ മനുഷ്യരുണ്ട്. ആ മനുഷ്യരാണ് എൻ്റെ മതത്തെക്കാളും എൻ്റെ രാഷ്ട്രീയത്തെക്കാളും എനിക്ക് വലുത്. അതുകൊണ്ട് തന്നെ അവരുടെ രക്തത്തിനും അവരുടെ വിയർപ്പിനും അവരുടെ സമയത്തിനും അവരുടെ ലൈഫ് നമ്മൾ ആലോചിക്കുക. കുടുംബമായിട്ടൊക്കെ താമസിക്കേണ്ട ആൾക്കാരാണ് അന്ന് സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പോയിട്ട് നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തന്നത്. ഈ രാജ്യത്തെ ഇന്ന് കാണുന്ന രാജ്യമാക്കി മാറ്റുന്നതിൽ നിരവധി മനുഷ്യരുടെ രക്തമുണ്ട്, നിരവധി മനുഷ്യരുടെ വിയർപ്പുണ്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ കലാപരിപാടി ആര് ചെയ്താലും തെറ്റാണ്. ഭാരതാംബയെ പോലുള്ള നമ്മുടെ ഒരു സ്പിരിറ്റാണ് നമ്മുടെ രാജ്യം. നമുക്ക് രാജ്യം എന്ന് പറഞ്ഞൊരു സ്പിരിറ്റാണ്. ആ രാജ്യത്തിന്റെ ഭാരതാംബയുടെ ചിത്രത്തിലൊക്കെ വികൃതമാക്കുക. നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആണെങ്കിൽ ശരി, നമ്മൾ ഏതെങ്കിലും കൊടി കീറിക്കളയുന്നതൊക്കെ പറയുമ്പോൾ മനസ്സിലാവും അതൊക്കെ രാഷ്ട്രീയമാണ്. പക്ഷെ ഇത് എന്ന് പറയുന്നത് ഈ കളി അത്യാവശ്യം മഹാബോർ കലാപരിപാടിയാണ്. അപ്പോൾ നമുക്ക് ചില സമയത്ത് മതത്തെ വിമർശിക്കേണ്ടി വരും നമ്മുടെ രാജ്യത്ത്. അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്.
ചില വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ചില മതത്തിൽപ്പെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ചില ജാതിയിൽപ്പെടുന്ന ആൾക്കാർ അവർ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ബ്രാഹ്മണനായിരിക്കും, അപ്പം നമ്മൾ പറയാറുണ്ട് ബ്രാഹ്മണനായിട്ടുള്ളൊരു വ്യക്തി അവിടെ കാണിച്ചത് അയിത്തമാണ് എന്ന് നമ്മൾ പറയും. അപ്പം നമ്മൾ ബ്രാഹ്മൺ എന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മതപഠനശാലയിൽ പോയിട്ട് വന്ന കുട്ടികൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പം എന്തിൻ്റെ പേരിലാണെങ്കിലും ആ കുട്ടികൾ ചെയ്തത് തെറ്റാണ്, നിയമ നടപടി എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ രാജ്യത്തിന് മുകളിലല്ല ഒരു മതവും, ഈ രാജ്യത്തിന് മുകളിലല്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടി. നമുക്ക് നമ്മുടെ രാജ്യം കഴിഞ്ഞിട്ടുള്ളൂ എന്ത് വിശ്വാസവും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ഭാരതാംബയുടെ മുഖത്ത് ഇങ്ങനെ ചെയ്തതെങ്കിൽ അത് തെറ്റാണ്. അതിൽ കൂടുതൽ ഡയലോഗൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുന്നതിന് പരിഗണിക്കാം.